നമസ്കാരം സാർ. ഇത് കോട്ടൂർ ടൗണിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. കോട്ടൂർ വളവിൽ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾ കാല് കട്ടായിട്ടുണ്ട്. കൈയില്ലാതെ ആളായിരുന്നു ഒരുപാട് ആള് പറയുന്ന കഥ. നെക്രം പറയുന്നു. പിന്നെ ചീറങ്കോട് വരെയുള്ള അപകടം. കാരണം 4 ടർണുണ്ട്. ആ ടർണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കിയിട്ട് നല്ല കോട്ടൂർ വളവ് തന്നെ പറയുന്നത്. കാരണം അതിലില്ല 1-2 വളവ് ഒരു 3 മീറ്റർ 4 മീറ്റർ കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കൂട്ടിയിട്ട് അതിനെ ഒഴിവാക്കാന്ന് വളവ് അങ്ങനെ അവിടുന്ന് നെക്കരം പറയുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ക്യാമറ വേണം. ആടിനെ പിന്നെ അടയാളം വെക്കണം. സ്ലോ ഡേഞ്ചർ കേസ്. ഈ സ്കൂളുണ്ട് 4ാം ക്ലാസ് വരെ ഇവിടെ സ്കൂളുണ്ട് കോട്ടൂർ. ഈ കുട്ടികളെല്ലാം പിന്നെ അട്ടം കടന്നു പോകുന്ന സ്ഥലമാണ്. നെക്കരം പറയുന്നത് സ്ലോ സിഗ്നൽ കൊടുത്തോണ്ടിട്ടോ ഈടത്തേക്കെത്തുമ്പോ ഇവിടെ കോട്ടൂർ ടൗണിലേക്ക് എത്തുമ്പോ മറ്റേ ഡേഞ്ചർ ബെൽപ്പ് വെക്കണം. മഞ്ഞ ആ ലൈറ്റ് ഒരു 4-5 ഉണ്ടെങ്കിൽ ഇവിടെ എന്തോ ഡേഞ്ചർ ഉണ്ട്. ശ്രദ്ധിക്കും ജനങ്ങള്. അപകടം ഇല്ലാതാക്കാം. അപ്പൊ ഇത്രയും വർഷം ഒരുപാട് വർഷമായി ഇങ്ങനെ പറയുന്നത്. ഇതിന് ഒരു സംവിധാനം ആരും എടുത്തിട്ടില്ല. പിന്നെ ഇതെന്തറിയോ, മുള്ളേരിയ ജാർസൂർ റോഡാണ് ഇത് പണ്ട് ഒരു ലേശം വീതി കൂട്ടിക്കൊണ്ട് പോയി. പണ്ട് എടുത്ത് വണ്ടി പോയിക്കൊണ്ടേ റോഡാണ് ഇത്. അതിനെ വീതി കൂട്ടി ഇത്രയാക്കി. ഇനിയും പോണ വീതി ഇവിടേതാ 1 മീറ്റർ 1.5 മീറ്റർ വീതി കൂട്ടാവിടെ. വളവ് എത്തും പോലെ വീതി കൂട്ടിക്കൊണ്ട് വരണം. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നത്. ഇത് വളവിലേടെ അങ്ങനെ വണ്ടി വരുമ്പോ അവിടെ പോവാന് 2-3 പേര് അപകടമായി മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡേഞ്ചർസ് അവിടെ. ഇതിന് മുമ്പേ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് നിങ്ങൾ ഈനുള്ള നിശാനിയ വെച്ചുകൊണ്ട് വന്നെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകും. അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പോകും. എത്രയും പെട്ടെന്ന് നല്ലൊരു റോഡാക്കി മാറ്റി തരണം. വീതി കൂട്ടാൻ വീതി കൂട്ടാൻ സൗകര്യമുണ്ട്. നമുക്ക് ഇവിടെ അത്ര ഒരു ബസ് നിൽക്കുന്ന ജാഗല് ബസ്സിനുള്ള ഒരു 1 മീറ്റർ കൂട്ടാം. ഇവിടെ ബസ് സ്റ്റോപ്പ് അല്ലേ. ഇവിടെ ബസ് നിന്നിട്ട് അതിലെ പോകുമ്പോ അങ്ങനെ ഓവർടേക്ക് ആക്കിയിട്ട് വരുമ്പോ വണ്ടി കുത്തുന്നില്ലേ. കുട്ടികളില്ലേ ഇവിടെ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. പെട്ടെന്ന് അറിയാതെ പാഞ്ഞിട്ടൊക്കെ ചെറിയ കുട്ടികളല്ലേ, വലുതല്ലല്ലോ. അപ്പൊ അതിനുള്ള സംവിധാനം ചെയ്യണം. നിങ്ങൾ ഇത് ഇത്ര സമയം ചെയ്ത പോലെ അല്ല. ഇത് നിങ്ങൾ നല്ല നേരം ഒന്ന് കണ്ടു തുറക്കണം സാറേ. അറിഞ്ഞ സാറേ, ഇത് ഇതവിടെ 30 സ്പീഡിന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതുകാർക്ക് എത്തുമ്പോ ടർണിലേക്ക് എത്താനാകുമ്പോ 30 സ്പീഡ് അറിഞ്ഞിട്ടുണ്ട്. കാര്യം അതൊരു 300 മീറ്റർ ദൂരത്തുനിന്നല്ലേ ഈ 30 സ്പീഡിന് വെക്കേണ്ടത്. ഇവിടെ ക്യാമറ വേണ്ടത്. ഇവിടെ എത്താനാകുമ്പോ ഇത് ഫസ്റ്റ് വളവ്. ഇനി 2 വളവുണ്ട്, വലിയ വളവ്. ആർക്കെത്താനാകുമ്പോ ഈ സ്പീഡ് കുറയില്ല. ഇവിടെ ഓട്ടോമാറ്റിക് ക്യാമറ തന്നെ. രണ്ടാമത് ഈ സ്കൂൾ 4ാം ക്ലാസ് വരെ ഈ സ്കൂൾ ഇത് കോട്ടൂർ. അറിഞ്ഞാ ഈ കുട്ടികളെല്ലാം അതിൽ വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നില്ല. സ്ലോ സിഗ്നലെല്ലാം ഉണ്ട് ഇവിടെ. എത്താനാകുമ്പോ ബ്രേക്ക് ചവിട്ടിട്ടാകുമ്പോ വളവ് കണ്ട് അപ്പൊ പോണ് മറിഞ്ഞ് ഇതാ ആടെ നോക്കിയാൽ ആ വളവ് അങ്ങനെ കാണുന്ന ഈ വളവ് കാണുന്ന ഇങ്ങൊന്ന് എത്താനാകുമ്പോ ഇനിയുണ്ട് 2 വളവ്. ഓക്കെ, ഇതിനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യണം സാർ. എന്താ ഇനിയും വളവുണ്ട് അങ്ങനത്തെ ഇനിയുണ്ട് വളവ്. ഇതാ ഈ വളവ് എത്താനാകുമ്പോ ഈ നിശാനി കൊടുത്തിട്ട് എന്ത് കാര്യം. അപകട മേഖല എന്ന് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നിട്ട് കാറിന് കീഞ്ഞിട്ട് നോക്കണം. അന്നെങ്കിലും കാണുന്നില്ല. വണ്ടിയിൽ നിന്ന് കീഞ്ഞിട്ടായിരിക്കും ഇതെന്താ ഇവിടെ അപകട മേഖല ഉണ്ടാന്ന് നോക്കിയിട്ടാണോന്നോ ഇവിടെ കീഞ്ഞിട്ട് നോക്കണം. അപ്പോഴേക്കോ മറിഞ്ഞിട്ടില്ല 2-3 പൾറ്റി ആയിട്ടാണല്ലേ. അപ്പൊ ഇതെല്ലാം നോക്കണതാ. ഇതെല്ലാം ചിന്തിക്കണ്ടല്ലേ സാറേ. ഇതെല്ലാം നിങ്ങൾ അധികാരികൾ ഒരാളോട് ഞാൻ അന്നേ പറഞ്ഞല്ലോ, ഒരു അധികാരികൾ ഒരു 30 മീറ്റർ അങ്ങോട്ടും കിലോമീറ്റർ നോക്കിയിട്ട് നോക്കണം. ഏടെ ബുദ്ധിമുട്ടുണ്ട്, ഏടെ വളവുണ്ട്, ഏടെ ഇതുണ്ടായിരുന്നു, ഏടെ കളർ പോയിട്ടുണ്ട്, പെയിന്റ് ഇല്ലാതെ എഴുത്ത് അറിയാതെ ജാഗ കടയുണ്ട്. അതെല്ലാം കാണണം സാറേ. ഏതെങ്ങോ കണ്ട സാറേ, ഞാൻ പറയുന്നത് തെറ്റൊന്നുമല്ല. ഇത് വളവിലേക്ക് തീർക്കെത്തിയിട്ട് നിങ്ങൾ സിഗ്നൽ കാണിക്കുന്നതിന് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. കാര്യം എത്തിയതിന് ശേഷം ബ്രേക്ക് ഔട്ട് അങ്ങനെയാണ്. ബ്രേക്ക് ഔട്ട് മറിഞ്ഞില്ലേ. ഇവിടെ പെട്ടെന്ന് കാണുമ്പോ ബ്രേക്ക് ഔട്ടി വളവെന്ന്. അപ്പൊ എന്താക്കാൻ ഇവിടെ അങ്ങനെയല്ലേ വണ്ടി പറയുന്നത്. പറ്റേ ഇവിടത്തേക്ക് എത്തും വരണ്ട. അപ്പുറത്തിന് കേടൊന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ട് നോക്കാം, എന്തുമില്ല അങ്ങനെ ഇങ്ങോട്ട്. ഇവിടെ എത്തിയതിനു ശേഷമല്ല 1/2 കിലോമീറ്റർ അപ്പുറത്തിന് സിഗ്നൽ പറഞ്ഞുകൊണ്ട് വരണം. ഇല്ലാതെ ശരിയാവില്ല. ഇവിടേക്ക് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് മറിഞ്ഞില്ല. എത്ര ആള്